ദൈവം ഓരോ ദിവസവും എന്ത് ചെയ്യുന്നു? ക്രിയേറ്റ് ചെയ്യും. അല്ലേ സ്തോത്രം. ആദ്യത്തെ ദിവസം ദൈവം എന്താണ് ക്രിയേറ്റ് ചെയ്തത്? അല്ല, ആദ്യത്തെ ദിവസം എന്താണ് ക്രിയേറ്റ് ചെയ്തത്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദ്യത്തെ ദിവസം അതാണ്. ഈ മെസ്സേജിനെ ഇത് പറയാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. പക്ഷേ നമ്മളെക്കാട്ടിലും ഈ ചെറിയ പിള്ളേർ ഭയങ്കര ആൾക്കാരാണ്. അല്ലേ സ്തോത്രം. അവർ പറയുന്ന പല കാര്യങ്ങളും, അവർ ചോദിക്കുന്ന പല കാര്യങ്ങളും നമുക്കറിയത്തില്ല. കാരണം നമ്മളെല്ലാം മുതിർന്നവരായി തീർന്നു. അതുകൊണ്ട് നമ്മൾ ഇന്ന് ക്രിയേഷൻ പഠിച്ചിട്ടേ ബാക്കിയുള്ളതിലേക്ക് പോകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇല്ല, എനിക്കത് മനസ്സിലാക്കണം. ഹല്ലേലൂയ, സ്തോത്രം. കാരണം ഹല്ലേലൂയ, സ്തോത്രം. ആരെങ്കിലും ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാം ദിവസം എന്താണ്, രണ്ടാം ദിവസം എന്താണ്, നമ്മളൊക്കെ മറന്നുപോയി. ഹല്ലേലൂയ, സ്തോത്രം. ആദ്യത്തെ ദിവസം ലൈറ്റ്, ഹല്ലേലൂയ, സ്തോത്രം, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. അവിടെ നമ്മൾ പറയുന്നു, അടുത്ത അതിന്റെ വാക്യത്തോട് തൊട്ട് സെപ്പറേറ്റഡ് ലൈറ്റ് ആൻഡ് ഡാർക്ക്, ഹല്ലേലൂയ, സ്തോത്രം, എന്ത് ചെയ്യുന്നു? ഇരുളിനെയും വെളിച്ചത്തെയും വേർപിരിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം ഹല്ലേലൂയ, സ്തോത്രം, അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇറ്റ്സ് എ റീക്രിയേഷൻ. ഹല്ലേലൂയ, സ്തോത്രം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതിൽ നിന്നും അവരെന്ത് ചെയ്തു? ദൈവം അതിനെ വേർപിരിച്ചു. വെളിച്ചത്തെ വെളിച്ചമാക്കി, ഇരുട്ടിനെ ഇരുട്ടാക്കി തീർന്നു. രണ്ടാമത്തെ ദിവസം എന്താണ് ചെയ്തത്? അവിടെ ഒരു ആകാശം കാണും. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ ഒരു ആകാശം കാണും. ആ ആകാശം ആദ്യം പറഞ്ഞ ആകാശമല്ല, ഇറ്റ്സ് അറ്റ്മോസ്ഫിയർ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ മുകളിൽ കാണുന്നല്ലേ, അതാണ് ഹല്ലേലൂയ, സ്തോത്രം, അറ്റ്മോസ്ഫിയർ. ആ ആകാശം, ഹല്ലേലൂയ, സ്തോത്രം. അവിടെയും ആകാശം എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഫിർമമെന്റ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ എന്ന് പറയും. ഹല്ലേലൂയ, സ്തോത്രം. സെപ്പറേറ്റ് ഫ്രം ദ വാട്ടർ. ഭൂമി മുഴുവനും എന്തായിരുന്നു? വെള്ളത്താൽ നിറഞ്ഞു. ആ വെള്ളത്തിൽ നിന്ന് ഒരു മേൽത്തട്ട് ദൈവം എന്ത് ചെയ്തു? സെപ്പറേറ്റ് ചെയ്ത് അതിനെ കൊണ്ട് ഒരു അറ്റ്മോസ്ഫിയർ ആക്കി. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് രണ്ടാമത്തെ ദിവസം സംഭവിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. രണ്ടാമത്തെ ദിവസം സംഭവിച്ചത് സെപ്പറേറ്റ് ഫ്രം ദ വാട്ടർ ആൻഡ് ക്രിയേറ്റഡ് ഫ്രം ദ മിഡ്സ്റ്റ് ഓഫ് വാട്ടർ. അതിന്റെ വെള്ളത്തിന്റെ മീതെ നിന്ന് അതിനെ ഒരു തട്ട് മുകളിലേക്ക് എന്ത് ചെയ്തു? ഉയർത്തി വച്ചിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അതിന് സ്പിയേഴ്സ് എന്ന് പറയും. 4 ഗോളങ്ങളാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഭൂമിയിൽ ഉള്ള ഗോളങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം. നിലത്തോട് ഡ്രൈ ലാൻഡിനോട് സംബന്ധിച്ച് ലിത്തോസ്ഫിയർ എന്ന് പറയും. വാട്ടറിനെ സംബന്ധിച്ച് ഹൈഡ്രോസ്ഫിയർ എന്ന് പറയും. ലിവിംഗ് തിങ്സിനെ സംബന്ധിച്ച് ബയോസ്ഫിയർ എന്ന് പറയും. എയർ, അതാണ് അറ്റ്മോസ്ഫിയർ. ഹല്ലേലൂയ, സ്തോത്രം. സയൻസ് എല്ലാം പഠിപ്പിക്കുന്നത് ജസ്റ്റ് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. മൂന്നാമത്തെ ദിവസം ഹല്ലേലൂയ, സ്തോത്രം, എന്ത് ചെയ്തു? വെള്ളം, ഭൂമി മൊത്തം വെള്ളത്താൽ നിറഞ്ഞുകൊണ്ട് ദൈവം വെള്ളത്തെ വേർതിരിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഒരിടത്ത് കൂട്ടിവെച്ചു. അതാണ് സമുദ്രം എന്ന് നമ്മളിപ്പം അറിയപ്പെടുന്നു. വെള്ളത്തെ ഒരിടത്ത് കൂട്ടിവെച്ചു. മറ്റൊരു ഭാഗം ഡ്രൈ ലാൻഡായി തീർന്നു. ആ ഡ്രൈ ലാൻഡിൽ പ്ലാന്റ്സ് ഒക്കെ എന്ത് ചെയ്തു? മുളപ്പിച്ചു. അതാണ് മൂന്നാമത്തെ ദിവസം. ആദ്യത്തെ ദിവസം എന്ത് ചെയ്തു? വെളിച്ചം. രണ്ടാമത്തെ ദിവസം അറ്റ്മോസ്ഫിയർ. ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ അന്തരീക്ഷം എന്തോ സംതിങ്, അങ്ങനെയാണ് അതിന്റെ ട്രാൻസ്ലേഷൻ കണ്ടത്. അത് ആകാശം അല്ല ശരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ആകാശം നമ്മുടെ ആകാശമാണ്. ഹെവൻ എന്ന് പറയുന്നതാണ്. നമ്മൾ ആദ്യം ആകാശവും ഭൂമിയും ഉണ്ടാക്കി എന്ന് പറയുന്നത് ഹെവൻ എന്ന് പറയും. ഇതൊരു അറ്റ്മോസ്ഫിയർ. അപ്പോൾ മൂന്നാമത്തെ ദിവസം വെള്ളത്തെ വേർതിരിച്ചു, ഡ്രൈ ലാൻഡാക്കി. ഡ്രൈ ലാൻഡ് പുല്ലുകൾ, മറ്റേ പ്ലാന്റ്സ് എല്ലാം എന്ത് ചെയ്തു? നാലാമത്തെ ദിവസം രാവിനെയും പകലിനെയും വേർതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവം എന്ത് ചെയ്തു? ചന്ദ്രനെയും സൂര്യനെയും നക്ഷത്രങ്ങളെയും കൊണ്ട് സൃഷ്ടിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അഞ്ചാമതായിട്ട് പറവകളെ സൃഷ്ടിച്ചു. സമുദ്രത്തിലെ സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു. ആറാമതായിട്ട് അനിമൽസും. ആ ആറാമത്തെ ദിവസം ഫൈനലായിട്ട് മനുഷ്യനെയും സൃഷ്ടിച്ചു. ഇതാണ് സൃഷ്ടിപ്പിന്റെ ഘടന. 6 ദിവസം എന്ത് ചെയ്തു? ദൈവം ഓരോന്നായിട്ട് സൃഷ്ടിക്കുക. ഈ സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം അന്വേഷിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നീ എവിടെയാണ്? ഹല്ലേലൂയ, സ്തോത്രം. എല്ലാം ദൈവം നമ്മുടെ ദൈവവചനത്തിൽ കാണുവാൻ കഴിയും. സകലമും ഉണ്ടാക്കിയത് ആർക്ക് വേണ്ടിയിട്ടാണ്? മനുഷ്യന് വേണ്ടിയിട്ടാണ്. സകലമും ഉണ്ടാക്കി വച്ചിട്ട് ദൈവം മനുഷ്യനെ അവസാനമായി ഉണ്ടാക്കിയിട്ട് ഈ മനുഷ്യനെ ഏതേൻ എന്ന തോട്ടത്തിൽ എന്ത് ചെയ്തു? കൊണ്ടാക്കി വെച്ചു. ഏതേൻ എന്ന തോട്ടത്തിൽ കൊണ്ടാക്കി വെച്ചു. എന്തിനാണ് ആക്കി വെച്ചിരിക്കുന്നത്? അതിന്റെ ഒന്നിന്റെ വേല ചെയ്യുവാനും അവനെ കാപ്പാനും എന്നൊരു വചനം. 2:15 ഒന്ന് വായിക്കേ. യഹോവയായ ദൈവം
മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. വേല ചെയ്യുവാനും അതിനെ കാപ്പാനും എന്ത് ചെയ്തു? മനുഷ്യനെ, ഈ സൃഷ്ടിച്ച മനുഷ്യനെ ഏതെങ്കിലും തോട്ടത്തിൽ കൊണ്ടുവച്ച് എന്ത് ചെയ്തു? വേല ചെയ്യുവാനും കാപ്പാനും. വേല ചെയ്യുവാൻ എന്ന് പറയുന്നതിൽ ഒരു എൻ്റെ തമിഴ് പറഞ്ഞിരിക്കുന്നത് പൺപടുത്ത്, അതായത് ശരിക്കും കറക്റ്റ് ചെയ്യുവാൻ. രണ്ടാമത് കാപ്പ, അപ്പൊ എല്ലാത്തിനെയും ഒരു പരിപാലിക്കാനും കാപ്പ. ദൈവം എന്തിനാണ് ഈ തോട്ടത്തിൽ കാക്കണം? ദൈവം കൊണ്ടുവാക്കി വെച്ചിരിക്കുന്നത് ഇത് കാക്കാൻ എന്താ ഉള്ളത് അവിടെ? ഹല്ലേലൂയ. അതും നമുക്ക് ഹല്ലേലൂയ. There are some external forces. ഹല്ലേലൂയ. അതായത് നാം ഹല്ലേലൂയ ഈ മനുഷ്യനെ ആക്കി വെച്ചിരിക്കുന്ന അവന്റെ വേല ചെയ്തു അവന്റെ അധ്വാനത്തിനെ കവർന്നു കൊണ്ടുപോകുക, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള അവന്റെ കണക്ഷനിൽ നിന്ന് മാറ്റി നിർത്തുവാൻ സാഹചര്യങ്ങൾ പുറത്ത് കൊണ്ട് അതിനെ അനുവദിക്കാതെ ആ തോട്ടത്തെ എന്ത് കാവൽ ചെയ്യുവാൻ കൂടെ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യനെ എന്ത് ചെയ്തിരിക്കുന്നത്, അവിടെ ആക്കി വെച്ചിരിക്കുന്നത്. രണ്ട് അസൈൻമെന്റുകൾ. ഹല്ലേലൂയ. എന്ത് ചെയ്യണം? വേല ചെയ്യണം. ലോകമാകുന്ന ഈ ജീവിതത്തിൽ ദൈവം നമ്മെയും ഓരോ ഇടത്ത് ആക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു കുടുംബത്തിൽ നമ്മെ ആക്കി വെച്ചിരിക്കുന്നു, ഒരു ജോലിയിൽ നമ്മെ ആക്കി വെച്ചിരിക്കുന്നു, ഒരു സഭയിൽ നമ്മെ ആക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ജീവിതത്തിൽ തന്നെ നാം ജീവിതം എന്ന ഒരു തോട്ടം, ജോലി എന്ന ഒരു തോട്ടം, കുടുംബം എന്ന ഒരു തോട്ടം, സഭ എന്ന ഒരു തോട്ടം. ഹല്ലേലൂയ. ഇവിടെയൊക്കെ ദൈവം നമ്മളെ അസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെയൊക്കെ നമുക്ക് എന്തുണ്ട്? ജോലിയുണ്ട്. ഹല്ലേലൂയ. ഇവിടെയൊക്കെ എന്തുണ്ട്? നമുക്ക് ജോലിയുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ജോലി ചെയ്യുന്നു, സ്വാഭാവികം. അല്ലെ, കുടുംബത്തിൽ എന്താണ് ജോലി? കുടുംബത്തിൽ ഹല്ലേലൂയ കുടുംബത്തിലുള്ള സകല കാര്യങ്ങളിലെയും നമ്മൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ നമ്മളാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി. ഹല്ലേലൂയ. അപ്പൊ അവിടെ ഒരു ജോലിയുണ്ട്. സഭയിൽ ഹല്ലേലൂയ ശുശ്രൂഷ മാത്രമല്ല, സകലതും ജോലിയാണ്. ഹല്ലേലൂയ. ശുശ്രൂഷയിൽ നമ്മളെ ഹല്ലേലൂയ ഈ ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ നമ്മളെ ഇവിടെ കൊണ്ടുവരുന്ന ഒരു പാപം സഹോദരനായിക്കോട്ടെ, ഹല്ലേലൂയ, അതൊരു ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. എത്രയും കിലോമീറ്റർ ഹല്ലേലൂയ നമ്മളെ സുരക്ഷിതമായി കൊണ്ടെത്തിച്ചു. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി വന്ന് കാത്തു നിന്നു. ഹല്ലേലൂയ. അങ്ങനെ സകല ഇടങ്ങളിലും എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ. ഈ സകല മേഖലകളിലും ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് നമ്മൾ എന്ത് വേല ചെയ്യും. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിൽ, പല കാലഘട്ടങ്ങളിൽ പല കാര്യങ്ങൾ കടന്നുകൂടുവാൻ സാഹചര്യമുണ്ട്. ഹല്ലേലൂയ. എന്താണ്? എക്സ്റ്റേണൽ ഫോഴ്സസ്. ഹല്ലേലൂയ. പുറമേ നിന്നുള്ള ചില ശക്തികൾ എന്ത് ചെയ്യുന്നു? നമ്മെ അറ്റാക്ക് ചെയ്യുവാൻ സാധ്യത. ആ സാധ്യതയിൽ ഹല്ലേലൂയ നമ്മെ കാപ്പാൻ കൂടിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മളെ ഈ തോട്ടങ്ങളിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. ഈ തോട്ടങ്ങളിൽ നമ്മെ ആക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ ആദമിനും ഹവ്വയ്ക്കും, അല്ലെങ്കിൽ ആദമിനും കൊടുക്കുന്ന ഒരു കൽപ്പന നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. വിത്ത് കണ്ടീഷൻ. ഹല്ലേലൂയ. വിത്ത് കണ്ടീഷൻ. ഈ തോട്ടത്തിലുള്ള സകല വൃക്ഷങ്ങളുടെ ഫലം എന്ത് ചെയ്യാം? കഴിക്കാം. പക്ഷേ ഒരേ ഒരു കണ്ടീഷൻ, നന്മകൾ തിരിച്ചറിയുവാനുള്ള ഈ വൃക്ഷത്തിന്റെ ഫലം എന്ത് ചെയ്യരുത്? നീ കഴിക്കരുത് എന്നുള്ള ഒരു കണ്ടീഷനും കൊടുത്തിരുന്നു. ഹല്ലേലൂയ. ദൈവം ഒരു കണ്ടീഷനും. ഇന്നത്തെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഈ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു സന്ദേശം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, ഹല്ലേലൂയ, അതിന്റെ 10-ാം അധ്യായം 23-ാം വാക്യം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം. എനിക്ക് അധികാരമുണ്ട്. കാരണം ദൈവം ഈ ലോകത്തിൽ സൃഷ്ടിച്ചിരിക്കുന്ന സകലവും മനുഷ്യന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. പക്ഷേ എങ്കിലും എല്ലാം എനിക്ക് എന്ത് ചെയ്യത്തില്ല. അത്
മലയാളം എന്താണ്? പ്രയോജനമുള്ളതല്ല. ഹല്ലേലൂയ സ്തോത്രം. എല്ലാം എനിക്ക് പ്രയോജനമുള്ളതല്ല. അതിന്റെ തമിഴാണ് കറക്റ്റ്. എനിക്ക് തകുതിയായ മീൻസ് എന്തെന്ന് പറയാം, ഇറ്റ്സ് നോട്ട് എലിജിബിൾ ഫോർ മീ. ഹല്ലേലൂയ സ്തോത്രം. ഇറ്റ്സ് നോട്ട് എലിജിബിൾ ഫോർ മീ. ഹല്ലേലൂയ സ്തോത്രം. ലോകത്തിലുള്ള സകലവും അനുഭവിക്കുവാൻ ദൈവമക്കളായ നമുക്ക് എന്തില്ല? അധികാരം ഇല്ല. ഹല്ലേലൂയ സ്തോത്രം. ആദ്യം പറഞ്ഞു സകലവും എനിക്ക് അനുഭവിക്കാൻ അധികാരമുണ്ട്, പക്ഷേ ഞാൻ അതിന് എലിജിബിൾ അല്ല. കാരണം എന്നെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് പ്രത്യേക ഒരു തരത്തിൽ. ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും ആക്കി വെച്ചിരിക്കുന്നത് പ്രത്യേകം ഒരു ലെവലിലാണ്. അതുകൊണ്ട് സകലതും ഹല്ലേലൂയ സ്തോത്രം അനുഭവിക്കാൻ എന്തില്ല നമുക്ക്? ഹല്ലേലൂയ സ്തോത്രം. ഞാൻ അതിന് എലിജിബിൾ അല്ല. കാരണം സകലവും എനിക്ക് പ്രയോജനമുള്ളതല്ല, മറിച്ച് സകലവും എനിക്ക് ആത്മീക വർധനം വരുത്തുന്നില്ല. നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് ഒന്ന് ആത്മീക വർധനത്തിനുള്ളത് മാത്രം. ഹല്ലേലൂയ സ്തോത്രം. ആത്മീയ വർധനത്തിന് ഉള്ളത് മാത്രം. ഈ ഹല്ലേലൂയ സ്തോത്രം നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ കടന്നു പോകുമ്പോൾ സകല സാധനങ്ങളും ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് ആവശ്യമായത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നു? എടുക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ലൂലുവിൽ കയറിയ സകലമുണ്ട്, പക്ഷെ നമുക്ക് ആവശ്യമായത് മാത്രമേ. ഈ ലോക ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ, ഓഫീസിലാകട്ടെ, നമ്മൾ പോകുന്ന വരുന്ന വഴികളിലാകട്ടെ, ഹല്ലേലൂയ സ്തോത്രം നാം ആയിരിക്കുന്ന സിറ്റിയിലാകട്ടെ, സകലതുമുണ്ട്. പക്ഷേ സകലവും നമുക്ക് പ്രയോജനമുള്ളതല്ല. സകലവും നമുക്ക് ഹല്ലേലൂയ സ്തോത്രം എന്തുള്ളതല്ല? ഹല്ലേലൂയ സ്തോത്രം ആത്മീക വർധനത്തിന് ഉതകുന്നത് അല്ല. അനേക ഫ്രണ്ട്സുകളുണ്ട്. എല്ലാ ഫ്രണ്ട്സുകളും നമുക്ക് ആത്മീക വർധനത്തിന് ഉളവാകുന്നവർ അല്ല. ഹല്ലേലൂയ സ്തോത്രം. അനേക ഹല്ലേലൂയ സ്തോത്രം എന്ത് പറയാനാ? ഹല്ലേലൂയ സ്തോത്രം. അനേക ഇടങ്ങൾ സന്ദർശിക്കുവാനുണ്ട്. എല്ലാ ഇടത്തും കയറി ചെല്ലുവാനുള്ള അധികാരം നമുക്ക് ഇല്ല. സകലവും അനുഭവിക്കാനുള്ള അധികാരമുണ്ട്, പക്ഷേ എനിക്ക് വിലക്കപ്പെട്ടതാണ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവം ആദിയിൽ ഹല്ലേലൂയ സ്തോത്രം അവിടെ ഒരു വിലക്കപ്പെട്ട കനി ഹല്ലേലൂയ സ്തോത്രം ഒരു ബലം വെച്ചതുപോലെ ഈ ലോകത്തിൽ മാലിന്യങ്ങളായി കണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ആത്മീക വർധനത്തിന് ഉതവാത്ത പല കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ ആത്മീക ജീവിതത്തിൽ വിലക്കപ്പെട്ടവകളാണ്. അതൊക്കെ നാം അനുഭവിച്ചാൽ ഹല്ലേലൂയ സ്തോത്രം ആത്മീക വർധന വരത്തില്ല, മറിച്ച് ഹല്ലേലൂയ സ്തോത്രം ആത്മീകത്തിൽ നാം തളർന്നു പോകും. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ആത്മീക വർധനവ് വരുത്തുന്നതായിരിക്കണം നാം ഓരോ ദിവസവും ഹല്ലേലൂയ സ്തോത്രം ആഗ്രഹിക്കുന്നതും നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം ഓരോ ദിവസമുള്ള ജീവിതത്തിലും നാം കണ്ടെത്തുന്നതും. ഹല്ലേലൂയ സ്തോത്രം നാം ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ കടന്നു വരും. ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം ഏത് തിരഞ്ഞെടുക്കണം, ഏത് തിരഞ്ഞെടുക്കണ്ട എന്നുള്ള ദൈവം നമുക്ക് എന്ത് ചെയ്യുന്നിട്ടുണ്ട്? ഹല്ലേലൂയ സ്തോത്രം ബുദ്ധിയും ജ്ഞാനവും പകർന്നു തന്നിട്ടുണ്ട്. മാത്രമല്ല ദൈവത്തോട് കൂടെ ആയിരിക്കുമ്പോൾ, ദൈവവചനത്തോട് കൂടെ ആയിരിക്കുമ്പോൾ ദൈവം അധികം ജ്ഞാനം നമുക്ക് തരും. ഹല്ലേലൂയ സ്തോത്രം. പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഹല്ലേലൂയ സ്തോത്രം. പല കാര്യങ്ങൾ ഹല്ലേലൂയ സ്തോത്രം സകലവും നമുക്ക് പ്രയോജനമുള്ളത് അല്ല. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ദൈവം സകലം ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഞാൻ സകലവും ഹല്ലേലൂയ സ്തോത്രം എന്ത് ചെയ്തു? ഹല്ലേലൂയ സ്തോത്രം കാണുവാൻ ഹല്ലേലൂയ സ്തോത്രം സൗന്ദര്യവും ഹല്ലേലൂയ സ്തോത്രം കഴിക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം രുചികരമായും ഞാൻ ഹല്ലേലൂയ സ്തോത്രം എന്ത് ചെയ്തു? സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ പിശാചായവൻ കടന്നു വന്നപ്പോൾ ആ ഹവ്വയ്ക്ക് ഹല്ലേലൂയ സ്തോത്രം കണ്ണിൽ കണ്ടത് എന്താണ്? ഹല്ലേലൂയ സ്തോത്രം സൗന്ദര്യമായി കണ്ടത് ആ വൃക്ഷത്തിന്റെ ഫലമാണ്. ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ ഹല്ലേലൂയ സ്തോത്രം ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 9-ാം വാക്യം ഒന്ന് വായിച്ചേ. 2:9. അതിൽ നിങ്ങൾ നോക്കിയേ, കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ള ഓരോ വൃക്ഷങ്ങളും തമ്മിൽ സകല വൃക്ഷങ്ങളും ഹല്ലേലൂയ സ്തോത്രം എന്ത് ചെയ്തു? അങ്ങനെയാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം അതിന്റെ 3-ാം അധ്യായം 6-ാം വാക്യം ഒന്ന് വായിച്ചേ. ആ വൃക്ഷം മാത്രം ഹല്ലേലൂയ സ്തോത്രം
ഈ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ, ഒരു അനുവാദം കൊടുത്തപ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, അതിനോട് സംസാരിച്ചപ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, എന്ത് സംഭവിച്ചു? ഈ ഹവ്വയുടെ കണ്ണിൽ എന്താണ് കണ്ടത്? ഹല്ലേലൂയ സ്തോത്രം. ദൈവം 2-ാം അധ്യായം 9-ാം വചനത്തിൽ പറയുന്നു, സകലവും എന്ത് ചെയ്തു? കാണുവാൻ ഭംഗിയും കഴിക്കാൻ രുചിയുള്ളതുമായിട്ടാണ് ദൈവം ഉണ്ടാക്കിയത്. പക്ഷേ ഈ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അതിനോടുകൂടെ ഒന്ന് സംസാരിച്ചപ്പോൾ, അതിനോടുകൂടെ ഒന്ന് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഒരു വിട്ടുവീഴ്ച ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഹല്ലേലൂയ സ്തോത്രം, ദൈവത്താൽ വിലക്കപ്പെട്ട സാധനം എന്ത് ചെയ്തു? കാണുവാൻ ഭംഗിയും ഹല്ലേലൂയ സ്തോത്രം അതിനെ കഴിക്കാൻ രുചികരമായി എന്ന് കണ്ടു. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ വീഴ്ചകൾ പോലും ഹല്ലേലൂയ സ്തോത്രം ദൈവത്താൽ നിരോധിക്കപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യകരമല്ലാത്ത, നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം ആത്മീക ജീവിതത്തിൽ പ്രയോജനകരമല്ലാത്ത, ഹല്ലേലൂയ സ്തോത്രം ആത്മീക ജീവിതത്തിന് വർദ്ധനത്തിന് ഉതകാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു ചെറിയ വിട്ടുവീഴ്ച കാരണം ഹല്ലേലൂയ സ്തോത്രം അത് നമുക്ക് നല്ലതെന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ ഹല്ലേലൂയ സ്തോത്രം ശത്രുവായവനാൽ നാം വഞ്ചിക്കപ്പെടും. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ എന്ത് ചെയ്യും? ഹല്ലേലൂയ സ്തോത്രം വഞ്ചിക്കപ്പെടും. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ഈ ഒരു ഹല്ലേലൂയ സ്തോത്രം കാര്യത്തിൽ, ഈ ഇന്നത്തെ ഈ ഒരു ഉപവാസ പ്രാർത്ഥനയുടെ ഈ ഒരു ഹല്ലേലൂയ സ്തോത്രം ദിവസങ്ങളിൽ നാം പ്രാരംഭമായി ഒരു കാര്യം, ഹല്ലേലൂയ സ്തോത്രം, സകലവും നമുക്ക് അനുഭവിക്കുവാൻ അധികാരമുണ്ട്. പക്ഷെ സകലവും ആത്മീക വർധനത്തിന് എന്ത് ചെയ്യത്തില്ല? ഉതകത്തില്ല. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം എന്ത് തിരഞ്ഞെടുക്കണമെന്ന് ദൈവം ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ തന്നിട്ടുണ്ടോ അത് മാത്രം നമ്മുടെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കുക, മറ്റുള്ളവയെ ഒഴിവാക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് വീണ്ടും തിരിച്ചു വരാം. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ഹല്ലേലൂയ സ്തോത്രം ഓരോ ഹല്ലേലൂയ സ്തോത്രം കാലഘട്ടത്തിൽ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ വളർന്നു വരുന്ന ദൈവമക്കളാണ്. ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന് കൊടുക്കുന്ന സമയം ഹല്ലേലൂയ സ്തോത്രം എത്ര ദൂരം ഉണ്ടെന്ന് നമ്മൾ ഹല്ലേലൂയ സ്തോത്രം ഒന്നുകൂടെ ഒന്ന് അനലൈസ് ചെയ്യാം. ഹല്ലേലൂയ സ്തോത്രം. നോക്കുക, നമ്മൾ സ്കൂളിലാണെങ്കിൽ കോളേജിലാണെങ്കിൽ ഒരു ടൈം ടേബിൾ ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ഓഫീസിൽ ഒരു ടൈം ടേബിൾ, നമ്മൾ ഒരു ദിവസം 24 hours അതിൽ എത്ര ദൂരം ദൈവത്തിന് നമ്മൾ കൊടുക്കുന്നു എന്നൊരു കാൽക്കുലേഷൻ ഓരോ ദിവസവും ദൈവം നമ്മെ എത്രത്തോളം ഇന്നും കേൾക്കുവാനിടയായിരുന്നു ദൈവദാസ്. അതിന്റെ മുമ്പ് ഹല്ലേലൂയ സ്തോത്രം ഒരു കുടുംബം നാട്ടിൽ നിന്ന് കുവൈറ്റിലേക്ക് കടന്നുപോയി. ഹല്ലേലൂയ സ്തോത്രം ഈ ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ അവരെ കാട്ടിലും ഹല്ലേലൂയ സ്തോത്രം ഒരു വഴി പോലും മുകളിലൊന്നുമല്ല. ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ കൃപയാൽ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ കൃപയാൽ ഈ അനർത്ഥങ്ങളിലൊക്കെ മാറ്റി നിർത്തി നമ്മെ ഹല്ലേലൂയ സ്തോത്രം ദൈവം ആക്കി വെച്ചിരിക്കുന്നു. ആ ഹല്ലേലൂയ സ്തോത്രം ആക്കി വെച്ചിരിക്കുന്ന കൃപയെ ഓർക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഒരു ദിവസത്തിൽ നമ്മൾ എത്ര സമയമാണ് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന് അനുവദിച്ചു കൊടുക്കുന്നത്? ദൈവവചനത്തിന് വേണ്ടിയിട്ട് ദൈവത്തോടു കൂടെ പറ്റിയിരിക്കുന്നതിൽ നാം എത്ര ദൂരമായിരിക്കും? ഇത് പറയുവാൻ കാരണം ഹല്ലേലൂയ സ്തോത്രം നമ്മൾ ദൈവത്തിന്റെ കണക്ഷൻ വിട്ടുപോകുമ്പോഴാണ് ഹല്ലേലൂയ സ്തോത്രം ഈ പാമ്പ് എന്ന അല്ലെങ്കിൽ സർപ്പം എന്ന പിശാച് ഹല്ലേലൂയ സ്തോത്രം ഉള്ളിൽ വന്നതുപോലെ പല കാര്യങ്ങളും എന്ത് ചെയ്യും? ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയാക്കി. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഒരു കാര്യത്തിൽ നാം ഉറപ്പുവരുത്തണം, ദൈവത്തോട് നാം എത്ര അടുപ്പം വച്ചിട്ടുണ്ട്. എഫെസോസ് സഭയെ നോക്കി ഹല്ലേലൂയ സ്തോത്രം വെളിപ്പാട് പുസ്തകത്തിൽ ദൈവം ഹല്ലേലൂയ സ്തോത്രം യോഹന്നാൻ അപ്പോസ്തലനോട് കൂടെ സംസാരിക്കുന്ന ഒരു വാക്യമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം നിന്റെ സകല പ്രവൃത്തികളും ഞാൻ അറിയുന്നു. ഹല്ലേലൂയ സ്തോത്രം നീ നല്ലവനാണ്. ഹല്ലേലൂയ സ്തോത്രം നിന്റെ സകല പ്രവൃത്തികളും ഞാൻ അറിയുന്നു, പക്ഷെ നിന്റെ പേരിൽ ഒരു കുറവ്, ഒരു കുറ്റം. ഹല്ലേലൂയ സ്തോത്രം. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 2 മുതൽ 4 വരെയുള്ള വാക്യം. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും സഹിച്ചുകൂടാത്തതിനെയും നമുക്ക് വിവേചിച്ചറിയാനുള്ള തിരിച്ചറിയാനുള്ള നമുക്ക് കഴിവ് ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ സഹിഷ്ണുത ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ പ്രയത്നമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമ്മുടെ പല കാര്യങ്ങളിൽ നാം മുന്നേറി ചെല്ലണമെന്ന് സകല കാര്യങ്ങളും ദൈവം അറിയുന്നു. പക്ഷേ അതിന്റെ അടുത്ത വാക്യം
ഹല്ലേലൂയ, ഒരു കുറവ് ഹല്ലേലൂയ. എന്ത് ചെയ്തു? നിന്റെ ആദ്യ സ്നേഹം വിട്ടുപോയി. ഹല്ലേലൂയ. ആദ്യ സ്നേഹം എന്താണ്? രക്ഷിക്കപ്പെട്ട ആ കാലഘട്ടത്തിലുള്ള ഹല്ലേലൂയ ആ സ്നേഹം. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട കാലഘട്ടത്തിൽ ആ സ്നേഹം. ഹല്ലേലൂയ. ജോലി ലഭിക്കുന്നതിന് മുമ്പുള്ള സ്നേഹം. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ഭാഷയിൽ, ഇപ്പോഴുള്ള ഭാഷയിൽ പറഞ്ഞ ഹല്ലേലൂയ, സഭാഹോൾ കിട്ടുന്നതിന് മുമ്പുള്ള ഹല്ലേലൂയ ആ സ്നേഹം. ഹല്ലേലൂയ. സഭാഹോൾ കിട്ടിയതിന് ശേഷമുണ്ടോ? ഹല്ലേലൂയ. ചിരിക്കാനല്ല, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. ഓരോ കാലഘട്ടത്തിലും ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ പല നന്മകൾ ദൈവം നൽകി തന്നിട്ടുണ്ട്. അതിനു മുമ്പ് ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ട ആ സമയത്തുള്ള ആ കരച്ചില്, ദൈവത്തോട് നിലവിളിക്കുന്ന ആ നിലവിളി, ഹല്ലേലൂയ ദൈവത്തോട് അടുത്തിരിക്കുന്ന അടുത്തിരിപ്പ്, ഹല്ലേലൂയ സമയം നോക്കാതെ, ഹല്ലേലൂയ എത്ര സമയം നീണ്ടുപോയാലും, എത്ര രാത്രി നീണ്ടുപോയാലും, എത്ര ദൂരം ആയാലും ഹല്ലേലൂയ കടന്നു പോകുന്ന ദൈവ കൂട്ടായ്മയിലേക്ക് കടന്നു പോകും. എത്ര സമയം ചെലവഴിച്ചാലും ഹല്ലേലൂയ ഒന്നിനും ഹല്ലേലൂയ കുറവ് വരുത്താതെ ദൈവത്തോട് അടുത്തിരിപ്പാൻ, ഹല്ലേലൂയ ദൈവ കാര്യങ്ങൾക്ക് മുൻനിരയിൽ നിൽക്കുവാൻ നാം കാണിച്ച ഉത്സാഹം, ഹല്ലേലൂയ പ്രാർത്ഥിപ്പാൻ കാണിച്ച ഉത്സാഹം, ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. മറ്റു കാര്യങ്ങൾക്കൊക്കെയും ആത്മീക കാര്യങ്ങൾക്ക് കൊടുത്തു വന്ന ആ ഘടനകളെല്ലാം ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ചിന്തിക്കണം. ഹല്ലേലൂയ. 1980 ഞാൻ രക്ഷിക്കപ്പെട്ടു. 1980 ഞാൻ സ്നാനപ്പെട്ടു. ഇന്ന് വരെയും 30 വർഷമായിട്ട് ഹല്ലേലൂയ 35 വർഷമായിട്ട് ഞാൻ ദൈവസഭയിലായിരിക്കുന്നു, നാം ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതിനെക്കാട്ടിലും ഹല്ലേലൂയ അന്നുള്ള ആ ദീക്ഷണത, ഹല്ലേലൂയ അന്നുള്ള ഹല്ലേലൂയ ദൈവ ഭയം, അന്നുള്ള ആ പ്രാർത്ഥനാ ജീവിതം, അന്നുള്ള ഹല്ലേലൂയ സ്തോത്രം, ആ ഒരു ഹല്ലേലൂയ ദൈവത്തോടുള്ള ബന്ധം ഇന്ന് വരെയും നിലനിർത്തുവാൻ പറ്റുന്നുണ്ടെന്ന് വിളിച്ചു പറയുവാൻ തക്കവണ്ണം ഹല്ലേലൂയ നമുക്ക് പ്രാഗൽഭ്യമുണ്ടോ എന്ന് ഇന്നത്തെ ദിവസം നമ്മൾ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. ഒരു നല്ല 2 വാക്കുകൾ ഹല്ലേലൂയ, 2 ദൂതുകൾ ഹല്ലേലൂയ പറയുവാൻ ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. എനിക്കും അറിയാം ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം ദൈവം ഹല്ലേലൂയ ഏൽപ്പിച്ചത് മാത്രം ഹല്ലേലൂയ എനിക്ക് പറയുവാൻ നിയോഗമുള്ളൂ. ഹല്ലേലൂയ. പഠിപ്പിക്കലാണെങ്കിൽ അത് ഹല്ലേലൂയ. ഇത് പറയുവാനാണ് എന്നെ ഇന്ന് ഹല്ലേലൂയ കൊണ്ടുവന്നതെങ്കിൽ എന്റെ കർത്താവ് പറഞ്ഞത് മാത്രമേ എനിക്ക് പറയുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവം നമ്മളോട് ചോദിക്കുന്നു, അന്നുള്ള ആ സ്നേഹം നിങ്ങൾക്ക് ഇന്ന് ഉണ്ടോ എന്ന്. കാരണം അന്നുള്ള ആ സ്നേഹം നമുക്ക് ഉണ്ടെങ്കിൽ, അന്ന് ഹല്ലേലൂയ ആദമും ഹവ്വയും ദൈവത്തോട് ചേർന്ന് നടന്ന ആ ഒരു ചേർന്ന് നടപ്പ് ഓരോ ദിവസവും ഉണ്ടായിരുന്നെങ്കിൽ ഹല്ലേലൂയ അങ്ങനെ ഒരു പാപം, ഒരു ലംഘനം സംഭവിക്കാൻ ഇടയായി തീർന്നുവല്ല. ഹല്ലേലൂയ അങ്ങനെ ഒരു സാഹചര്യം അനുവദിക്കുവാൻ ഹല്ലേലൂയ അവർ ഇടം കൊടുക്കാതിരുന്നെങ്കിൽ ഹല്ലേലൂയ ഇന്ന് ഈ ഒരു ഹല്ലേലൂയ ഇങ്ങനെ ഒരു ഹല്ലേലൂയ കാര്യം ഉണ്ടാവത്തില്ല. അതുകൊണ്ട് ഏതോ ഒരു സാഹചര്യത്തിൽ അതിൽ ഒരു വീഴ്ച വന്നതുകൊണ്ടാണ് ഈ ഹല്ലേലൂയ സർപ്പം എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ അകത്തേക്ക് കടന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. ഇപ്പൊ നമ്മുടെ അവസ്ഥ എങ്ങനെയാണ്? ഹല്ലേലൂയ നമ്മുടെ അവസ്ഥ എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മുടെ ആത്മീയ ജീവിതം നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ പുറമേ അല്ല, ഞാനടക്കം നമ്മൾ പുറമേ ഉള്ളവരെല്ലാവരും വിശുദ്ധന്മാരാണ്. ഹല്ലേലൂയ. നമ്മളെല്ലാവരും ആരാണ്? വിശുദ്ധന്മാരാണ്. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ വിശുദ്ധന്മാർ അല്ലെങ്കിൽ ഹല്ലേലൂയ വിശ്വാസി എന്ന വിളിക്ക് ഓഹരിക്കാരനാണ്. ഹല്ലേലൂയ. നമ്മളെല്ലാവരും. പക്ഷേ നമ്മുടെ ആത്മീയ ജീവിതം ഏത് നിലയിലാണുള്ളത്? എവിടെയാണ് തകർന്നിട്ടുള്ളത്? ഹല്ലേലൂയ. എലിയാവ് പുതുക്കി പണിതതുപോലെ ആ യാഗപീഠം പുതുക്കി പണിയുവാൻ ഉണ്ടോ എന്ന് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. നാമും ദൈവത്തോടുള്ള ബന്ധത്തിൽ മാത്രമേ നമുക്ക് അത് ഹല്ലേലൂയ നമുക്ക് അറിയത്തുള്ളൂ. ദൈവം എന്ന് സംസാരിക്കുന്നത് കൊണ്ട് ദൈവം ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് പുതുക്കി പണിയുവാൻ ഞാൻ ഹല്ലേലൂയ തയ്യാറാകണം. അതുപോലെ ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും എന്റെ കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ എവിടെയെങ്കിലും ഒരിടത്ത് ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ തകർച്ച വന്നിട്ടുണ്ടെങ്കിൽ, എന്റെ ജീവിതത്തിൽ ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ഉഷ്ണവുമല്ല ശീതവാണമല്ലാതെ ഒരു നിലയിലാണ് ഞാൻ ഉണ്ട് എങ്കിൽ ഹല്ലേലൂയ അത് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് നിരപ്പ് പ്രാപിക്കാനുള്ള ഒരു അവസരമായി ഈ ദിവസം ഹല്ലേലൂയ ദൈവം നമുക്ക് ആക്കി തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഇതിന് ഹല്ലേലൂയ കാരണം എന്തുവാ? ഹല്ലേലൂയ ഇതിന് ഈ വിളിക്ക് കാരണം എന്തുവാ? ഹല്ലേലൂയ നീ എവിടാ എന്ന് വിളിച്ചതിന്റെ കാരണം എന്തുവാ? ഹല്ലേലൂയ നമ്മൾ തീർന്നില്ല.
ഈ വിളിക്ക് കാരണം എന്തുവാ? ആദമേ നീ എവിടെയാണ്? ഹല്ലേലൂയ സ്തോത്രം. അല്ലെങ്കിൽ നീ എവിടെയാണ്? അതിന്റെ കാരണം ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ പാപം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലംഘനം. ഹല്ലേലൂയ സ്തോത്രം. എന്ത് ചെയ്യുന്നു? ഡിസ്ഒബീഡിയൻസ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവം പറഞ്ഞത് ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ പറയുന്ന നമ്മുടെ ചിന്തയിലുള്ള കാര്യങ്ങൾ, നമ്മുടെ പാപം എന്താണ്? വ്യഭിചാരം ഒരു പാപമാണ്, കുടിക്കുന്നത് ഒരു പാപമാണ്, ഹല്ലേലൂയ സ്തോത്രം, തിയേറ്ററിൽ പോകുന്നത് ഒരു പാപമാണ്, ഇങ്ങനത്തെ വലിയ വലിയ കൊല ചെയ്യുന്നത് ഒരു പാപമാണ്, ഇങ്ങനത്തെ വലിയ. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം, ഇവിടെ ആദമേ എന്ന് വിളിക്കുവാനുള്ള കാരണം എന്താണ്? ഹല്ലേലൂയ സ്തോത്രം, ഡിസൊബീഡിയൻസ്. പറഞ്ഞത് അനുസരിച്ചില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്ത് ചെയ്തില്ല? അനുസരിച്ചില്ല. ഹല്ലേലൂയ സ്തോത്രം. അതാണ് ആദമേ നീ എവിടെ എന്ന് ദൈവം ചോദിപ്പാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഇവിടെ ചോദിപ്പാനുള്ള കാരണം പണ്ടത്തതുപോലെ ദൈവസന്നിധിയിൽ ആദമിന് നിൽക്കുവാൻ എന്ത് ചെയ്യുന്നില്ല? കഴിയുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. പണ്ടത്തതുപോലെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ കഴിയുന്നില്ല. നമുക്കൊരു കാര്യം അറിയാം, കുഞ്ഞുനാളിലൊക്കെ ഹല്ലേലൂയ സ്തോത്രം ഞങ്ങൾ ഫുള്ളും ക്രിക്കറ്റ് കളിക്കാൻ പോകും. ഹല്ലേലൂയ സ്തോത്രം. ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നത് വീട്ടിലാർക്കും ഇഷ്ടമല്ല, എന്തോ ഒരു വലിയൊരു തെറ്റ് ചെയ്യുന്ന പോലെയാണ് അപ്പോഴത്തെ കാലഘട്ടത്തിൽ അവർ വിളിച്ചിരുന്നത്. അപ്പം ഞങ്ങളുടെ ഫാദറൊക്കെ കേരളത്തിലായിരുന്നു. എപ്പോഴെങ്കിലും വരുമ്പോൾ നമുക്കറിയത്തില്ല എപ്പോഴാണ് വരുന്നതെന്നൊക്കെ. ആ കാലത്തിൽ എങ്ങനെ ഒന്നുമില്ലല്ലോ, ഇന്ന് വരും നാളെ വരുന്ന മെസ്സേജ് ഒന്നും ഇല്ലല്ലോ. അപ്പം വീട്ടിൽ വന്നിരിക്കും, വീട്ടിന്റെ മുമ്പിൽ വന്നിരിക്കുമായിരിക്കും. നമ്മൾ രാവിലെ പോയത് വൈകുന്നേരമായിരിക്കും വരുന്നത്. പച്ചവെള്ളം പോലും ഈ തോടിൽ നിന്ന് വരുന്ന വെള്ളമൊക്കെ കുടിച്ചിട്ട് ഫുള്ള് ക്രിക്കറ്റ് കളിച്ചിട്ട് ഒരു ഭക്ഷണം കഴിക്കാതെ ഈവനിങ് വരുമ്പം നല്ല ചാമ്പായിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. അപ്പം ഇവിടെ വരുമ്പം ഫാദർ അവിടെ ഇരിപ്പുണ്ടോ എന്ന് അറിയുമ്പം നമ്മൾ പേടിച്ചിട്ടാണ് വരുന്നത്. കാരണം എന്ത് ചെയ്തു? ഹല്ലേലൂയ സ്തോത്രം, അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ അതിന്റെ മുമ്പിൽ കൂടി പോകാൻ എനിക്ക് എന്തില്ല? എനിക്ക് ധൈര്യമില്ല. ഞാൻ അതുകൊണ്ട് പുറകെ കൂടിയാണ് പോകുന്നത്. ഹല്ലേലൂയ സ്തോത്രം. കാരണം അമ്മയുടെ സാരിയെ പിടിച്ച സംഭവം എല്ലാം ശരിയാവും. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പൊ ഇവിടെ ആദമിന് ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുവാൻ എന്തില്ല? പണ്ടത്തെ പോലെ നിൽക്കുവാൻ അവന് കഴിയുന്നില്ല. ആദമിന് കഴിയുന്നില്ല. അതാണ് ദൈവം വിളിച്ചത്, ആദമേ നീ എവിടെയല്ല? പണ്ടത്തെ പോലെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ, ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുവാൻ നമുക്ക് ഹല്ലേലൂയ സ്തോത്രം നിൽക്കുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്ത നമുക്ക് വേണം. ഹല്ലേലൂയ സ്തോത്രം. 3:8 ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 3:8. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം എപ്പോഴും പോലെ, അവിടെ എപ്പോഴും പോലെ ഇല്ല, തപ്പണ്ട. ഹല്ലേലൂയ സ്തോത്രം. അതാണ് അതിന്റെ രീതി. വെയിലാറിയപ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, എപ്പോഴും ദൈവം സന്ദർശിക്കുന്നത് പോലെ the cool of the day, പകലിൻ കുളിർച്ചയാന വേളയിലെ എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ സ്തോത്രം. ദൈവം ഇവരെ സന്ദർശിക്കാൻ വരുമ്പോൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് ആദമും ഹവയും എന്തില്ല? അവിടെ ഇല്ല. കാരണം അവര് ദൈവം പറഞ്ഞ ആ കാര്യം കേൾക്കാതെ അവര് എന്ത് ചെയ്തു? ഹല്ലേലൂയ സ്തോത്രം, ഡിസൊബീഡിയൻസ്. ഹല്ലേലൂയ സ്തോത്രം. അവർ അനുസരണക്കേട് കാണിച്ചത് കൊണ്ട് അവർ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ എന്ത് ചെയ്യുന്നില്ല? പറ്റുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. ദൈവസന്നിധിയിൽ നിൽക്കുവാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ദൈവം നമ്മെ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഹല്ലേലൂയ സ്തോത്രം, നമ്മളിവിടെ പ്രാർത്ഥന വയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളിവിടെ നമ്മുടെ ചർച്ചിൽ പ്രാർത്ഥന വയ്ക്കുന്നുണ്ട്, നമ്മുടെ വീടുകളിൽ പ്രാർത്ഥന വയ്ക്കുന്നുണ്ട്. നാം പ്രാർത്ഥിക്കുന്നതിന് ദൈവത്തിന് അറിയോ? അറിയാം. നാം പ്രാർത്ഥന ഇവിടെ പാസ്റ്റർ അല്ലെങ്കിൽ നമ്മൾ ദൈവസഭയായിട്ട് കൂടി വരുന്നതിന് ദൈവത്തിന് അറിയാമല്ലോ. നമ്മൾ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ ദൈവം പ്ലാൻ ചെയ്തതാണ്. ദൈവം നമ്മൾ വരുന്നതിന് മുമ്പേ, നമ്മുടെ ഈ ഗ്യാതറിങ്ങിന് മുമ്പേ ദൈവം ഇവിടെ കൂടി വന്നിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ദൈവം എപ്പോഴും പോലെ നമ്മെ സന്ദർശിക്കുവാൻ വരുന്നു. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ഒരു പ്രാർത്ഥന ജീവിതം പണ്ടുണ്ടായിരുന്നല്ലേ? ഹല്ലേലൂയ സ്തോത്രം. രാവിലെ എഴുന്നേറ്റു, ആ എഴുന്നേറ്റിരിക്കുന്ന ആ പ്രാർത്ഥന ജീവിതത്തിൽ ദൈവം എപ്പോഴും പോലെ കടന്നു വരുന്നു. പക്ഷെ നമ്മൾ അവിടെ അവൈലബിൾ ആണോ? ഹല്ലേലൂയ, അവൈലബിൾ ആണോ? ഹല്ലേലൂയ സ്തോത്രം. ഒരു കാരണം ഹല്ലേലൂയ സ്തോത്രം, നാം കൃപയിൽ നിന്ന് വീണുപോയി. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ഹല്ലേലൂയ സ്തോത്രം പഴയ നിലയിൽ ഇല്ല. 2,
ആദമും ഹവ്വയും ചെയ്തതുപോലെ എന്ത് ചെയ്തു? എന്തോ ലംഘനം സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ, നമുക്ക് പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാൻ നമുക്ക് എന്ത് ചെയ്യുന്നില്ല? ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ മനസാക്ഷി പോലും അനുവദിക്കുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ ആരെങ്കിലും ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്നുകൂടെ ശോധന ചെയ്ത് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാനുള്ള അവസരമാണ് ഇന്ന്. ദൈവത്തിന് ഇതൊക്കെ അറിയോ? ഇവർ ലംഘിച്ചു, ഇവർ ഒളിഞ്ഞിരിക്കുന്നു എന്ന് ദൈവത്തിന് അറിയോ? തീർച്ചയായിട്ടും ദൈവത്തിന്. അഗ്നി ജ്വാലക്കത്തുള്ള കണ്ണുകൾ കൊണ്ട് ദൈവത്തിന് ഹല്ലേലൂയ സ്തോത്രം അവന്റെ കണ്ണുകൾ മറച്ച് നമ്മൾ എവിടേക്ക് ഓടിപ്പോൻ? ഹല്ലേലൂയ സ്തോത്രം. ദാവീദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ ആകാശത്തിൽ കയറിയാൽ അവിടെയും ദൈവമുണ്ട്, ഞാൻ പാതാളത്തിൽ പോയാൽ അവിടെയും ഉണ്ട്, ഞാൻ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ പോയാലും അവിടെയും ദൈവമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന് ഹല്ലേലൂയ സ്തോത്രം ഇരുളുകൂടെ ഹല്ലേലൂയ സ്തോത്രം വെളിച്ചമായിട്ട് തന്നെ കാണുവാൻ കഴിയും. അവന് മറവായിട്ട് നമ്മൾ ഒരിടത്തും ഓടി ഒളിക്കുവാൻ എന്ത് ചെയ്തില്ല? സാഹചര്യമില്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്രം നീ എവിടാ എന്ന് ചോദിക്കുന്നത്? ഹല്ലേലൂയ സ്തോത്രം എന്നുകൂടെ നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ സ്തോത്രം. എന്തുകൊണ്ടാണ് നമ്മളെ ചോദിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മെ ചോദിക്കുന്നത്? ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് വായിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ദൈവം ഹല്ലേലൂയ സ്തോത്രം he want to show his grace. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ കൃപ നമുക്ക് തരുവാൻ ഹല്ലേലൂയ സ്തോത്രം. അതിനെ ഒന്ന് കാണിപ്പാൻ ഹല്ലേലൂയ സ്തോത്രം. അവന്റെ കരുണ ഒന്ന് കാണിപ്പാൻ ഹല്ലേലൂയ സ്തോത്രം. നിന്നെ ഒന്ന് ഹല്ലേലൂയ സ്തോത്രം, നമ്മെ ഒന്ന് ഹല്ലേലൂയ സ്തോത്രം restore from the slavery of sin. ഹല്ലേലൂയ സ്തോത്രം. പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നും നമ്മെ ഒന്ന് റീസ്റ്റോർ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ സകല ദുഷ്ടതകളും, നമ്മുടെ സകല നടപ്പുകളും, നമ്മുടെ സകല കാര്യങ്ങളും ഇന്ന് ഹല്ലേലൂയ സ്തോത്രം നാം എഴുന്നേറ്റത് മുതൽ നാളത്തെ ദിവസം വരേക്കും സകലത്തെയും അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അവന് മറവായിട്ട് ഒന്നുമില്ല. ഹല്ലേലൂയ സ്തോത്രം. അവന് മറവായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഹൈഡ് ചെയ്യുവാൻ ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരു ദൈവം നമ്മെ വിളിക്കുന്നുണ്ടെങ്കിൽ, ആദമിനെ വിളിച്ചതുപോലെ ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ദിവസത്തിൽ നമ്മെ വിളിക്കുന്നുണ്ടെങ്കിൽ, നമ്മെ പണിഷ് ചെയ്യുവാനല്ല, മറിച്ച് ദൈവത്തിന്റെ കൃപ നമ്മേൽ ഒന്ന് കാണിച്ചു തരുവാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ചെയ്തത്? ഹല്ലേലൂയ സ്തോത്രം. ആദമിന്റെയും ഹവ്വയുടെയും നഗ്നത മറച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട് തോല് കൊണ്ടുള്ള ഒരു ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു എന്ന് കാണുവാൻ കഴിയും. ദൈവത്തിന്റെ കൃപ എന്ന ഉടുപ്പ് നമ്മുടെ മേൽ ഉടുത്തുവാൻ വേണ്ടിയിട്ട് ദൈവത്തിന് സഹിക്കുന്നില്ല നാം മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കുന്നത്. ദൈവത്തിന് ഇഷ്ടമല്ല നാം തോറ്റു പോകുന്നത്. ദൈവത്തിന് ഇഷ്ടമല്ല നാം വീണു പോകുന്നത്. ദൈവത്തിന് ഇഷ്ടമല്ല നമ്മുടെ സാക്ഷ്യം നഷ്ടപ്പെടുന്നത്. ദൈവത്തിന് ഒരിക്കലും ഇഷ്ടമില്ല അവനെ വിട്ട് അകന്നു പോകുന്നത്. അതുകൊണ്ടാണ് ദൈവം വിളിക്കുന്നത്, മകനെ നീ എവിടെയാണെന്ന്. ഹല്ലേലൂയ സ്തോത്രം. ആ വിളി കേൾക്കുന്ന ആ ദൈവ ശബ്ദം കേട്ട ആദം ഹല്ലേലൂയ സ്തോത്രം തിരിച്ചു വന്നപ്പോൾ ആ ഉടുപ്പ് കൊടുത്തു. ഹല്ലേലൂയ സ്തോത്രം. തിരിച്ചു വന്നപ്പോൾ എന്ത് ചെയ്തു? ആ ഉടുപ്പിട്ട് കൊടുത്തു. ഹല്ലേലൂയ സ്തോത്രം. ആ ഈ വിളി കേൾക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ദൈവമക്കൾ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ഹല്ലേലൂയ സ്തോത്രം നാണിച്ച് ലജ്ജിച്ച് നിൽക്കുന്ന അനുഭവത്തിൽ വേണ്ട. ഹല്ലേലൂയ സ്തോത്രം. വീഴ്ചകൾ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം നാം ആയിരിക്കുന്ന ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം വീഴ്ചകൾ സംഭവിക്കാൻ സാധ്യതകൾ ഏറെ ഉള്ളതാണ്. ഹല്ലേലൂയ സ്തോത്രം. നാം ആയിരിക്കുന്ന ചുറ്റുപാട്, നാം ആയിരിക്കുന്ന ജീവിത മേഖലകൾ. പക്ഷേ ഈ മേഖലകളിലെല്ലാം എന്റെ കർത്താവ് ഹല്ലേലൂയ സ്തോത്രം നമ്മെ വീണ്ടും കരുതുന്നവനാണ്. ഹല്ലേലൂയ സ്തോത്രം. നമ്മെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നാം പലപ്പോഴും മറന്നുപോയാലും നമ്മെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ജെറമ്യ chapter 2 verse 32. ഹല്ലേലൂയ സ്തോത്രം. യെരമ്യാവ് 2-ാം അധ്യായം അതിന്റെ 32-ാം വാക്യം ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ സ്തോത്രം. എണ്ണമില്ലാത്ത നാളായി ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. എണ്ണാൻ കഴിയാത്ത നാളായി ദൈവത്തെ നാം മറന്നിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ഓർക്കുമ്പോൾ ഓരോ ആഴ്ചയും ഞാൻ വെള്ളിയാഴ്ച സത്യത്തിലേക്ക് കടന്നു പോകുന്നു. ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ ദൈവം അതല്ല. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. നാം ആദ്യത്തിൽ ദൈവത്തോട് ഹല്ലേലൂയ സ്തോത്രം ഈ ദൈവത്തെ സ്വീകരിച്ച നാൾ തൊട്ട് ദൈവം നമ്മെ അറിയുന്നു. ഹല്ലേലൂയ സ്തോത്രം. ലോക ഹല്ലേലൂയ സ്തോത്രം ആരംഭത്തിന് മുമ്പേ നമ്മെ
മുൻകുറിച്ച ദൈവം നമ്മെ നന്നായി അറിയുന്നു, നമ്മുടെ ജീവിതം അറിയുന്നു. നാം ദൈവത്തോട് ആയിരുന്ന ആ കൂട്ടായ്മ ദൈവം അറിയുന്നു. ആ കൂട്ടായ്മയിലേക്ക് ദൈവം തിരിച്ചു വിളിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. ഒരു സ്ത്രീ, ഒരു കന്യക തന്റെ ആഭരണത്തെ മറക്കുവോ? ഇല്ല. പക്ഷേ എങ്കിലും എന്റെ ഹല്ലേലൂയ സ്തോത്രം ജനമോ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, എണ്ണിക്കൂടാതെ ദിവസങ്ങളായി, നാളുകളായി എന്നെ മറന്നു എന്ന് ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഒരു ഹല്ലേലൂയ സ്തോത്രം മറന്നിരിക്കുന്ന അനുഭവമാണെങ്കിൽ ദൈവം ഇന്ന് തിരിച്ചു വിളിക്കുന്നു. നീ എവിടാ എന്ന് ഹല്ലേലൂയ സ്തോത്രം. ബ്രദറെ, നിങ്ങൾ എവിടെയാ? സിസ്റ്ററെ, നിങ്ങൾ എവിടെയാ എന്ന് ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. നശിക്കുവാൻ വേണ്ടിയിട്ടുള്ള വിളിയല്ല. ഹല്ലേലൂയ സ്തോത്രം. ഒരിക്കലും നമ്മെ ഹല്ലേലൂയ തള്ളിക്കളയുവാൻ വേണ്ടിയിട്ടുള്ള വിളിയല്ല. ഹല്ലേലൂയ സ്തോത്രം. മറ്റുള്ളവരുടെ മുൻപിൽ നമ്മെ എറിഞ്ഞു കൊടുത്തിട്ട് ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ നഗ്നത വെളിപ്പെടുത്തുവാനുള്ള വിളിയല്ല. ഹല്ലേലൂയ സ്തോത്രം. പാപിനിയായ സ്ത്രീ പോലും ഹല്ലേലൂയ സ്തോത്രം എല്ലാവരും കുറ്റം പറഞ്ഞ് നടുവേ നിർത്തുമ്പോൾ എന്റെ കർത്താവ് കുനിഞ്ഞിരുന്നു. നിങ്ങളിൽ ഹല്ലേലൂയ കുറ്റമില്ലാത്തവർ ഇവരുടെ മേൽ കല്ലെറിയട്ടെ എന്ന്. ഹല്ലേലൂയ സ്തോത്രം. ആ സ്ത്രീയെ പോലും എന്റെ കർത്താവ് അവരുടെ മുമ്പിൽ പിച്ചി ചീന്തിയില്ല. എന്റെ ദൈവം കൃപ കൊണ്ട് മറച്ചുവെങ്കിൽ ഇന്ന് ഹല്ലേലൂയ സ്തോത്രം ഇത് കേട്ടോണ്ടിരിക്കുന്ന ദൈവമക്കൾ ഒന്നോർക്കണം. ദൈവത്തിന്റെ ഈ വിളി നാം നശിച്ചു പോകുവാൻ വേണ്ടിയിട്ടല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിച്ചു പോകുവാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ദൈവത്തിന്റെ കൃപ എന്ന ആ ഒരു ഉടുപ്പണിയിച്ച് ഹല്ലേലൂയ സ്തോത്രം നിന്നെ വീണ്ടും ഹല്ലേലൂയ സ്തോത്രം ആ മോതിരം ഇട്ട് ഹല്ലേലൂയ സ്തോത്രം നിന്നെ വീണ്ടും ആ ഒരു ചെരുപ്പിട്ട് തന്റെ ഹല്ലേലൂയ സ്തോത്രം ഭവനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. തിരിച്ചു വരുവാൻ ആഗ്രഹിക്കുന്നവർ ഹല്ലേലൂയ സ്തോത്രം ആഗ്രഹം ഹല്ലേലൂയ സ്തോത്രം ആഗ്രഹിക്കുന്ന ഹൃദയങ്ങളെ എന്തെയും തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ദൈവം തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ഹല്ലേലൂയ സ്തോത്രം. തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ഹല്ലേലൂയ സ്തോത്രം നമ്മെ ദൈവത്തോട് ചേർക്കുവാൻ ദൈവം കരുതുന്ന ദൈവമാണ്. ഹല്ലേലൂയ സ്തോത്രം. മനസ്സലിയുള്ള ദൈവമാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. മനസ്സലിയുള്ളവൻ. ഹല്ലേലൂയ സ്തോത്രം. അനർത്ഥത്തെ കുറിച്ച് അനുദപിക്കുന്നവൻ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ആ ഒരു മഹാകൃപയും ദയയുമുള്ള ആ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവരാണ്. ഹല്ലേലൂയ സ്തോത്രം. നമ്മെ തന്നെ ഹല്ലേലൂയ സ്തോത്രം ഇന്ന് സമർപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ സ്തോത്രം. ഹീറയാം. ഹല്ലേലൂയ സ്തോത്രം. ഹീറയാം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ നമ്മുടെ പേര് ചൊല്ലിയാണ് ദൈവം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നമ്മളെ വിളിക്കുന്നു എന്ന് ഹല്ലേലൂയ സ്തോത്രം. ഒന്ന് ഇമാജിൻ ചെയ്തോ. എന്റെ പേരാണ് വിളിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. സെൽവ നീ എവിടെയാണെന്നാണ് വിളിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അജിനെ നീ എവിടെയാണെന്നാണ് വിളിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ വിളിക്കുമ്പോൾ എന്നെയാണ് ഇന്ന് ഹല്ലേലൂയ സ്തോത്രം എന്റെ ദൈവം ഹല്ലേലൂയ സ്തോത്രം എന്നെയാണ് വിളിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അടിയനിതാ ഹല്ലേലൂയ സ്തോത്രം. അടിയനിതാ ഹല്ലേലൂയ സ്തോത്രം. ഹിയറായാം. ഹല്ലേലൂയ സ്തോത്രം. ഹിയറായാം എന്ന് ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ഈ ദൈവ വിളിക്ക് ഹല്ലേലൂയ സ്തോത്രം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നാം തയ്യാറാണോ? സ്തോത്രം. അങ്ങനെ നാം ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ജീവിതത്തെ ഒന്ന് ഹല്ലേലൂയ സ്തോത്രം ഒന്നുകൂടെ ഒന്ന് ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ആത്മീക ജീവിതത്തെ ഒന്ന് പുതുക്കം പ്രാപിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ആദ്യ സ്നേഹത്തിൽ നിന്ന് എന്തെങ്കിലും വിട്ട് മാറി പോയിട്ടുണ്ടെങ്കിൽ എന്റെ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തോട് ഹല്ലേലൂയ ഏറ്റു പറഞ്ഞ് നിരപ്പ് പ്രാപിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തെ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തോട് കൂടെ കണക്ട് ചെയ്യുവാൻ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. നാം ദൈവത്തോട് ചേർന്ന് നോർമൽ പൊതുവായിട്ട് ഹല്ലേലൂയ സ്തോത്രം ജനറൽ ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുകയാണെങ്കിൽ വെറുതെ ഇരുന്നാൽ ഹല്ലേലൂയ സ്തോത്രം പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പല ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ വരും. ശരിയല്ലേ? ഹല്ലേലൂയ സ്തോത്രം. വെറുതെ ആയിരിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം പലരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം നമുക്ക് ഹല്ലേലൂയ സ്തോത്രം അത് ചിന്തിക്കാനോ അത് ഓർക്കുവാൻ പോലും സമയമില്ലാത്ത സമയത്ത് അവർ പല കാര്യങ്ങളും സംസാരിക്കും. ആവശ്യമില്ലാത്തതാണ് ഹല്ലേലൂയ സ്തോത്രം. നാട്ടിൽ നിന്നൊക്കെ കേൾക്കുന്ന കാര്യങ്ങൾ അതാണോ അങ്ങനെയൊക്കെ കേൾക്കുവാൻ തോന്നും. ഇതിന്റെ പിന്നിലുള്ള കാരണം എന്താണെന്നറിയാവോ? ഇവരൊന്നും ഹല്ലേലൂയ ബിസിയല്ല. ഹല്ലേലൂയ സ്തോത്രം. കാരണം ഹല്ലേലൂയ സ്തോത്രം ഇവർക്ക് ഇതേ ഉള്ളൂ സംസാരിച്ച് ഹല്ലേലൂയ നടക്കുവാൻ. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം ഇതുപോലെ ദൈവത്തോട് കൂടെയുള്ള കണക്ഷൻ ഹല്ലേലൂയ സ്തോത്രം നാം എപ്പോഴും ബിസി ആയിരിക്കണം. എന്തിൽ ബിസി? ഹല്ലേലൂയ സ്തോത്രം. ജോലിയുടെ തിരക്ക് ഹല്ലേലൂയ സ്തോത്രം. ജോലി നേരത്ത് ഹല്ലേലൂയ സ്തോത്രം മറ്റുള്ള നേരത്ത് നാം ദൈവത്തോട് കൂടെ ബിസി ആയിരുന്നാൽ ദൈവത്തോട് കൂടെ കണക്റ്റഡ് ആയിരുന്നാൽ ഹല്ലേലൂയ സ്തോത്രം മറ്റൊന്നും എന്ത് ചെയ്യത്തില്ല. ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ നാം ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാത്തതോളം
ഒന്നും കടന്നു വരത്തില്ല. നാം ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. നമ്മുടെ ജീവിതം എപ്പോഴും ദൈവത്തോടു കൂടെ കണക്ട് ആയിട്ട്, ദൈവത്തോട്, ദൈവവചനവുമായിട്ട്, ഹല്ലേലൂയ പ്രാർത്ഥനയുമായിട്ട്, പാട്ടുകളുമായിട്ട് ദൈവത്തെ സ്തുതിച്ച് പാടി, എപ്പോഴും സങ്കീർത്തനങ്ങൾ പാടി, എപ്പോഴും ഹല്ലേലൂയ സ്തോത്രം പാട്ടുകൾ പാടി, എപ്പോഴും സ്തോത്രം ചൊല്ലി, എപ്പോഴും ഹല്ലേലൂയ സ്തോത്രം ദൈവത്തോടു കൂടെ നാം ആയിരിക്കുമ്പോൾ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിപ്പാനോ അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഇങ്ങനെ ആരെ വിഴുങ്ങാമോ എന്ന് ഹല്ലേലൂയ സ്തോത്രം അലറുന്ന സിംഹം പോലെ ഈ പിശാച് ഊടാടി നടക്കുമ്പോൾ നമ്മെ വന്ന് തൊടുവാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം നാം എപ്പോഴും ദൈവത്തോട് കൂടെ ആയിരിക്കുന്നുണ്ട്. ദൈവത്തിന്റെ പരിചയം നമ്മുടെ ചുറ്റിലും കാവലായി നിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ഞാൻ ഇന്ന് ഹല്ലേലൂയ സ്തോത്രം, ഈ ശബ്ദം ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം വാസ്തവമായി ഞാൻ കേൾക്കുന്നു എന്ന് ഹല്ലേലൂയ സ്തോത്രം നമുക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? ഹല്ലേലൂയ സ്തോത്രം. അപ്പാ പിതാവേ, ഹല്ലേലൂയ സ്തോത്രം, അടിയനിതാ, ഹല്ലേലൂയ സ്തോത്രം, അടിയനിതാ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ആരാധിക്കാൻ പൂർണ്ണഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ സർവ്വവുമായി അടിയനിതാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രികാലം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം നമുക്ക് കേൾക്കുവാനായിട്ട് ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ രാത്രിയിൽ നമ്മളെ തന്നെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോയി ഒരുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു.